നിരാഹാര സമരം തുടരുന്ന ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി സമരവേദിയിൽ ഇന്ന് കൂട്ട ഉപവാസം നടക്കാൻ പോകുന്നു. ആശാപ്രവർത്തകർക്കൊപ്പം പൊതുപ്രവർത്തകരും ഉപവാസത്തിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കൂട്ട ഉപവാസം ഡോക്ടർ പി ഗീത ഉദ്ഘാടനം ചെയ്യും. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ഉപവാസ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് വീടുകളിൽ ഉപവാസം അനുഷ്ഠിച്ച് വിവിധ മേഖലകളിലെ സ്ത്രീകളും സമരത്തിന്റെ ഭാഗമാകും. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കലാനുകൂല്യം നൽകുക, വിരമിക്കുന്നവർക്ക് പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 10-നാണ് ആശാ വർക്കേഴ്സ് സെക്രട്ടേറിയറ്റ് പടിക്കൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, ആശാ വർക്കേഴ്സായ KP തങ്കമണി, ശോഭ M എന്നിവരാണ് ഇപ്പോഴും നിരാഹാര സമരം തുടരുന്നത്. അതേസമയം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ 10 ആവശ്യങ്ങൾ ഉന്നയിച്ച് അങ്കണവാടി ജീവനക്കാർ നടത്തുന്ന സമരം ഇന്ന് 8-ാം ദിവസത്തിലേക്ക് കടന്നു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നതിനുള്ള ബില്ല് ഇന്ന് നിയമമാകും. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് പ്രകാരമുള്ള ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കും. കരട് ബില്ലിൽ നിന്ന് ചില ഭേദഗതികളോടെയാണ് ബിൽ ഇന്ന് അന്തിമ ചർച്ചയ്ക്കായി നിയമസഭയിൽ വരുന്നത്. ധനബില്ലും ഇന്ന് നിയമസഭ പരിഗണിക്കും. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശൂന്യവേളയിൽ സഭാതലത്തിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും. മണ്ഡല പുനർനിർണയം, ദേശീയ വിദ്യാഭ്യാസ നയം എന്നീ വിഷയങ്ങൾ പാർലമെന്റിൽ കൂടുതൽ ശക്തമായി ഉന്നയിക്കാനാണ് DMK അംഗങ്ങളുടെ തീരുമാനം. ചെന്നൈയിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം ഇന്നാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത്. മണ്ഡല പുനർനിർണയ യോഗത്തിൽ വിട്ടുനിന്നെങ്കിലും വ്യാജ വോട്ടർ ID വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും വൻതോതിൽ പണം കണ്ടെത്തിയ വിഷയവും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. കേരളത്തിൽ നിന്നുള്ള ആശാ വർക്കേഴ്സിന്റെ സമരം, കടൽമണൽ ഖനനം, അതൊക്കെ ഇന്ന് സഭയിൽ ഉയരാൻ സാധ്യതയുണ്ട്. രാജ്യസഭയിൽ ഓയിൽ ഫീൽഡ് ഭേദഗതി ബില്ല്, ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ അനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹാരിസൺസ് മലയാളവും എൽസ്റ്റൺ എസ്റ്റേറ്റും നൽകിയ അപ്പീലുകളാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നത്. ഏറ്റെടുക്കുന്ന ഭൂമിക്കുള്ള നഷ്ടപരിഹാര തുക ചോദ്യം ചെയ്താണ് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ അപ്പീൽ. പുനരധിവാസത്തിനായി ഭൂമി വിട്ടു നൽകാനാവില്ല എന്നാണ് ഹാരിസൺസ് മലയാളത്തിന്റെ നിലപാട്. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് മേൽ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുകയ്ക്ക് തുല്യമായ തുക ബോണ്ടായി നൽകണമെന്ന സിംഗിൾ ബെഞ്ച് വിധി അംഗീകരിക്കാനാവില്ല എന്നാണ് ഹാരിസൺസ് മലയാളത്തിന്റെ നിലപാട്. ഹാരിസൺസ് മലയാളത്തിന്റെ കൈവശമുള്ള നെടുമ്പാല എസ്റ്റേറ്റ് തൽക്കാലം ഏറ്റെടുക്കില്ല എന്നാണ് സർക്കാർ കഴിഞ്ഞ തവണ ഹൈക്കോടതി അറിയിച്ചത്. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള മാതൃകാ ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ 2024 ഒക്ടോബറിലെ ഉത്തരവ് റദ്ദാക്കണമെന്ന എൽസ്റ്റൺ, ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റുകളുടെ ആവശ്യം തള്ളിയായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടി. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരം ഉദയ പാലസിലാണ് യോഗം ചേരുക. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി, പ്രകാശ് ജാവ്ദേക്കർ, അപരാജിത സാരംഗി എന്നിവരുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിലാണ് പ്രഖ്യാപനമുണ്ടാവുക. സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരിപാടിയുടെ ഭാഗമാകും. BJP നിയുക്ത അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സ്ഥാനമൊഴിയുന്ന അധ്യക്ഷൻ K സുരേന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിക്കും. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങൾ ഇതിനുശേഷമാകും നടക്കുക. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിനെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി കോർ കമ്മിറ്റി ഏകകണ്ഠമായി തെരഞ്ഞെടുത്തിരുന്നു. കണ്ണൂർ മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്ന്. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിക്കുക. കേസിൽ 9 CPIM പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ്, TP കേസ് പ്രതി TK രജീഷ് അടക്കം ആദ്യ 6 പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായാണ് കോടതി കണ്ടെത്തിയത്. 3 പേർക്കെതിരെ ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. 2005 ഓഗസ്റ്റ് 7-നാണ് സൂരജ് കൊല്ലപ്പെട്ടത്. CPIM വിട്ട് BJPയിൽ ചേർന്നതിന്റെ വൈരാഗ്യത്തിൽ സൂരജിനെ കൊലപ്പെടുത്തി എന്നാണ് കേസ്. സംഭവം നടന്ന് 2 പതിറ്റാണ്ട് പൂർത്തിയാവാൻ മാസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് കേസിൽ കോടതി വിധി പറയുന്നത്. ആകെ 12 പ്രതികളാണ് കേസിലുണ്ടായിരുന്നത്. ഇതിൽ 12 പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചു. 10-ാം പ്രതിയെ കോടതി വെറുതെ വിട്ടിരുന്നു. ശിക്ഷ പ്രഖ്യാപിച്ച ശേഷം പ്രതികൾക്ക് വേണ്ടി അപ്പീൽ പോകുമെന്ന് CPIM കണ്ണൂർ ജില്ലാ നേതൃത്വം നിലപാടെടുത്തിട്ടുണ്ട്. ഉത്സവങ്ങളിൽ ആന എഴുന്നള്ളത്ത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും.
തിരുവനന്തപുരം നന്ദൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് ചർച്ച നടക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1300ഓളം വരുന്ന ക്ഷേത്രങ്ങളിൽ ഉത്സവ ആചാരങ്ങളിൽ നിന്ന് ആനയെ ഒഴിവാക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് അഖില കേരള തന്ത്രി സമാജം, തന്ത്രവിദ്യാപീഠം, താഴമൺ മഠം എന്നിവിടങ്ങളിലെ തന്ത്രി സമൂഹത്തിന്റെ അഭിപ്രായം തേടും. ആനയ്ക്ക് പകരം ജീവതാരഥം, ദേശവാഹനം എന്നിവ ഉപയോഗിക്കുന്നത് പരിഗണിക്കാനാണ് ബോർഡ് ആലോചിക്കുന്നത്. എന്നാൽ പള്ളിവേട്ട, ആറാട്ട് എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ആനയാകാമെന്നും ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24ന്റെ ജനകീയ പ്രതിരോധ യാത്ര തുടരുകയാണ്. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore. Co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma, New Rajasthan Marbles. വമ്പിച്ച പിന്തുണ ഏറ്റുവാങ്ങി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നടത്തുന്ന ലഹരി വിരുദ്ധ യാത്ര ആലപ്പുഴ ജില്ലയിൽ ഇന്ന് 2ാം ദിന പര്യടനം നടത്തും. പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ തുടങ്ങുന്ന മോർണിംഗ് ഷോയിൽ ലഹരിക്കെതിരെ സൈക്ലത്തോണും ചെസ് ടൂർണമെന്റും സംഘടിപ്പിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി കുട്ടനാട്ടിലെ വിവിധ കരകളിൽ 24 ടീമും ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും സന്ദർശനം നടത്തും. ഉച്ചയ്ക്ക് 12-ന് ആലപ്പുഴ മിനർവ കോളേജ് ഹാളിൽ വിദ്യാർത്ഥികളും പോലീസ് റിട്ടയർഡ് അസോസിയേഷൻ പ്രതിനിധികളും ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ചേർത്തല KVM കോളേജ് ഓഫ് നഴ്സിംഗിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്ക് ശേഷം തുറവൂർ തൈക്കാട്ടുശ്ശേരി പാർക്കിലാണ് സമാപന സമ്മേളനം നടക്കുക. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. അതിനായി 24ന്റെ SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജിലും പ്രേക്ഷകർക്ക് സന്ദർശിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. മന്ത്രിമാരും പോലീസ്, എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ലഹരിക്കെതിരെ ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി ആരംഭിക്കാനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയാകും. വിവരങ്ങളുമായി അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അജീഷ്, ഈ ലഹരി വ്യാപനത്തിന്റെ പശ്ചാത്തലം അത് സർക്കാർ ഗൗരവത്തോടു കൂടി കാണുന്നു. നേരത്തെ മുഖ്യമന്ത്രിയുമായി 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വലിയൊരു കർമ്മ പദ്ധതി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിലുണ്ട് എന്ന് വിശദീകരിച്ചിരുന്നു. തുടർ നടപടികളിലേക്ക് കടക്കുന്നു. എന്തൊക്കെയാണ് സർക്കാരിന്റെ ആലോചനയിലുള്ളത് അജീഷ്? അറിയിച്ചിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സംസ്ഥാനത്തെ പോലീസും എക്സൈസും ഇത് സംബന്ധിച്ച് ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തെ ഈ ലഹരി വ്യാപനവും അതുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളുടെ ഒരു വിശകലനമായി ഈ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ഓഫീസിലടക്കം വലിയ യോഗങ്ങൾ ചേർന്നിരുന്നു. അതിൻ്റെ ഒരു ഡാറ്റ ശേഖരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരുന്നത്. ഇന്ന് എക്സൈസിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഇതുവരെ എടുത്ത നടപടികൾ എന്തൊക്കെയാണ്, ഇനി എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉള്ളത്, ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ വിശദീകരിക്കും. സംസ്ഥാനത്തെ കഴിഞ്ഞ അധിക ദിവസങ്ങളിലായി 2 പ്രധാനപ്പെട്ട ഓപ്പറേഷനുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിൻ്റെ ഡി ഹണ്ടും അതേപോലെ തന്നെ എക്സൈസിൻ്റെ ക്ലീൻ സ്ലേറ്റും. ഈ 2 ഓപ്പറേഷനുകളിലായി ഇതുവരെ എത്ര കേസുകൾ എടുത്തിട്ടുണ്ട്, എത്ര കിലോ ലഹരി മരുന്നുകൾ പിടികൂടിയിട്ടുണ്ട്, അങ്ങനെ വിശദമായിട്ടുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കും. കൂടാതെ ഇനി എന്ത് നടപടികൾ, ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള ലഹരി മരുന്നിൻ്റെ വരവ് തടയാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും എന്നടക്കമുള്ള കാര്യങ്ങളും ഈ ഉന്നതതല യോഗത്തിൽ ചർച്ചയാകും. തീർച്ചയായും നമ്മളും ഇത്തരത്തിലുള്ളൊരു ലഹരിക്കും അക്രമത്തിനുമെതിരെ ഒരു യാത്ര നടത്തുന്നൊരു പശ്ചാത്തലത്തിൽ ഈ ഉന്നതതല യോഗവും വലിയ പ്രസക്തമാണ്. കാരണം ഈ യാത്ര തുടങ്ങുന്നത് തന്നെ മുഖ്യമന്ത്രിയുമായുള്ളൊരു കൂടിക്കാഴ്ചയോടെയാണ്. അന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു വലിയൊരു കർമ്മ പദ്ധതി നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ നടത്തുന്ന ഈ യാത്രയിലുടനീളം നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ യാത്ര ഇപ്പോൾ ഒരാഴ്ചയിലേക്ക് എത്തുന്നു. ഇതുവരെ
അതിനുശേഷം കാസർഗോഡ് എത്തിയതിനു ശേഷം 15 ദിവസം കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കി മുഖ്യമന്ത്രിക്ക് അവതരിപ്പിക്കുന്നു. എന്തായാലും ഇന്നത്തെ ഉന്നതതല യോഗം ഏറെ നിർണായകമാണ്. അത് ഇന്ന് രാവിലെയാകും ചേരുക. ശരി, അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പുതിയ അധ്യക്ഷനെ വരവേൽക്കാനൊരുങ്ങി യാക്കോബായ സുറിയാനി സഭ. നാളെ ബെയ്റൂത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സഭയുടെ കത്തോലിക്കയായി പാത്രിയാർക്കീസ് ബാവ വാഴിക്കും. ബെയ്റൂത്തിൽ നിന്നും ഗീസ് പീറ്റർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാക്കോബായ സഭയുടെ 81ാമത് കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസ് നാളെ വാഴിക്കപ്പെടുകയാണ്. ലെബനനിൽ നടക്കുന്ന ചടങ്ങിൽ പാത്രിയാർക്കീസ് ബാവ ഇഗ്നാത്യോസ് എഫ്രേം രണ്ടാമന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുക. അച്ചാനയിലെ പാത്രിയാർക്ക് അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രലിലാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സഭയുടെ 81ാമത് കാതോലിക്കയായി ഉയർത്തുന്നത്. വലിയ വിമർശനങ്ങൾ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്നും കാതോലിക്കയായി ഉയർത്തുന്നത് സംബന്ധിച്ച് ഉയർന്നിരുന്നു. കാരണം സഭയിൽ സമാന്തര പ്രവർത്തനം അല്ലെങ്കിൽ സമാന്തര ഭരണത്തിനുള്ള വഴിയൊരുങ്ങുകയാണ് ഒരു കാതോലിക്കയെ വാഴിക്കുന്നതിലൂടെ. അതുകൊണ്ട് ഇത് നിർത്തണം അല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഓർത്തഡോക്സ് സഭ പാത്രിയാർക്കീസ് ബാവയ്ക്ക് കത്തയച്ചിരുന്നു. സർക്കാർ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും രണ്ട് സർക്കാരുകളും പ്രതിനിധി സംഘത്തെ ഈ ചടങ്ങിന് അയക്കുന്നതിലുമായി ബന്ധപ്പെട്ടുകൊണ്ടും വലിയ വിവാദങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്നിരുന്നു. എന്തായാലും ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ യാക്കോബായ സഭ മുന്നോട്ട് പോകുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾക്കൊപ്പം തന്നെ വിവിധ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാരും പങ്കെടുക്കും എന്ന കാര്യം ശ്രദ്ധേയമാണ്. 30-ാം തീയതിയാണ് ഈ നിയുക്ത കാതോലിക്ക ബാവ അല്ലെങ്കിൽ വാഴിക്കപ്പെടുന്ന കാതോലിക്ക ബാവ കേരളത്തിലേക്ക് മടങ്ങി എത്തുന്നത്. 30-ന് വൈകിട്ട് കൊച്ചി വിമാനത്താവളത്തിൽ വിശ്വാസികളുടെ വലിയ സ്വീകരണം ഒരുക്കും. ലെബനനിൽ ഏകദേശം 700-ലധികം പേരാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് മലയാളികൾ ഉൾപ്പെടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ UK, കാനഡ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി പേർ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ കാതോലിക്ക അല്ലെങ്കിൽ പുതിയ നേതൃത്വം വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. കാരണം സഭാ തർക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കിയിരുന്നു. അതിനെയെല്ലാം തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ പതിറ്റാണ്ടുകളുടെ കാലം അല്ലെങ്കിൽ നൂറ്റാണ്ട് കാലം നീണ്ടു നിൽക്കുന്ന ചരിത്രമുള്ള ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്കത്തിന് ഒരു ശാശ്വത സമാധാനം ഇനി ഉണ്ടാകും അല്ലെങ്കിൽ പുതിയ നേതൃത്വത്തിന് അതിന് സാധ്യമാകുമെന്ന പ്രതീക്ഷയും വിശ്വാസികൾക്ക് ഉണ്ട്. ബെയ്റൂട്ടിൽ നിന്നും ഗീസ് പീറ്റർ, 24. നാട്ടാന പരിപാലനവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ ഡോക്ടർ AK ജയശങ്കരൻ നമ്പ്യാർ, P ഗോപിനാഥ് എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹർജികളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വസ്തുതകൾ മറച്ചുവെച്ചുവെന്ന ആക്ഷേപത്തിൽ ഹർജിക്കാരുടെ അഭിഭാഷകർ മറുപടി നൽകും. കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി സമർപ്പിക്കും. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും തിക്കും തിരക്കും. പ്ലാറ്റ്ഫോം 12, 13 എന്നിവയിലാണ് വലിയ രീതിയിൽ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. 5ഓളം ട്രെയിനുകൾ വൈകിയതാണ് തിരക്ക് വർദ്ധിക്കാൻ കാരണമായത്. എന്നാൽ തിക്കും തിരക്കും ഉണ്ടായിട്ടില്ല എന്ന് റെയിൽവേ മന്ത്രാലയം വിശദീകരിച്ചു. യാത്രക്കാരുടെ തിരക്ക് അനുഭവപ്പെട്ടതോടെ അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനായി എന്നും റെയിൽവേ അറിയിക്കുന്നുണ്ട്. തിക്കിലും തിരക്കിലും ആർക്കും പരിക്കില്ല എന്ന് ഡൽഹി പോലീസും വ്യക്തമാക്കി. CCTVകളുടെ സഹായത്തോടെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തി. 1 മാസം മുമ്പ് അപകടം സംഭവിച്ചിട്ടും വേണ്ട സംവിധാനങ്ങൾ നിലവിലില്ല എന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര കുറ്റപ്പെടുത്തി. മോർണിംഗ് ന്യൂസിലേക്ക് വീണ്ടും വ്രതശുദ്ധിയിൽ വിശ്വാസികൾ. എല്ലാത്തിനും പുതിയ അനുഭവം തേടി പോകുന്നവരാണ് മലയാളികൾ. ഈ നോമ്പുകാലത്തും നോമ്പ് തുറക്കാനായി പുതിയ ഇടങ്ങളിലേക്ക് നീങ്ങുകയാണ് ആളുകൾ. മലപ്പുറം തിരൂർ ഉണ്ണിയാൽ ബീച്ചിൽ ദിവസവും കുടുംബങ്ങളുമായി ഒത്തുചേരുന്നത് നിരവധി ആളുകളാണ്. അതിൻ്റെ ഒരു റിപ്പോർട്ട് കാണാം. ചുവന്നു തുടുത്ത മനോഹരമായ സൂര്യൻ, കടൽക്കാറ്റിന്റെ തലോടൽ, റമദാൻ നിലാവ് പൊഴിയുന്ന ചന്ദ്രൻ, എല്ലാം ആസ്വദിച്ച് ഒരു നോമ്പ് തുറ. അടിപൊളി, നല്ല വൈബാ, അടിപൊളി സെറ്റാണ്. ഫാമിലിയുമായിട്ട് ഇന്ന് സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുക നല്ലൊരു അടിപൊളി നല്ലൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു പരിപാടി. കാറ്റ് കൊള്ളാം, ഇവിടെയുള്ള എല്ലാം എന്താണ് നേച്ചറിലെല്ലാം കാണാം. വീട്ടിലാകുമ്പോൾ നമ്മളൊരു വീട്ടിനുള്ളിൽ പൂട്ടി നിൽക്കല്ലേ. തീരത്തുള്ള ഈ നോമ്പുതുറ വളരെ അധികം
ഒരു ഉന്മേഷവും വളരെയധികം ഒരു ആഹ്ലാദവുമായിട്ട് നോമ്പറക്കാനുള്ള സാഹചര്യമായിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണവും വെള്ളവും ലൈറ്റും എല്ലാമായാണ് വരവ്. മഗ്രിബ് വാങ്ങി വിളിച്ചതോടെ കടലിനെ സാക്ഷിയാക്കി നോമ്പ് തുറക്കും. എല്ലാവരും ഉണ്ട്, മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. നോമ്പറ സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഒരു ക്ലൈമറ്റിലാണ് മഴയും സംഭവം അടിപൊളിയായി. കുട്ടികളൊക്കെ എല്ലാം ഹാപ്പിയാണ്. പുണ്യാലിൽ പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കി നൽകുന്നുണ്ട്. തീർത്തും അഭിമാനകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ റംസാൻ മാസത്തിൽ ഈ പ്രവാസി കൂട്ടായ്മ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ മാസം ലാസ്റ്റ് വരെ തുടർന്ന് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുടുംബമായും സുഹൃത്തുക്കളും ഒത്തുമായാണ് നോമ്പ് തുറക്കാനായി ആളുകൾ എത്തുന്നത്. ബീച്ചിന്റെ സൗന്ദര്യവും ആസ്വദിച്ച രാത്രി വൈകിയാണ് മടക്കം. 24 തിരൂർ. ഇനി IPL വിശേഷങ്ങൾ. IPL-ൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയൻസ് പോരാട്ടം. രാത്രി 7:30 വിശാഖപട്ടണത്താണ് മത്സരം നടക്കുക. കന്നിക്കപ്പിനായി ടീമിനെ അടിമുടി അഴിച്ചുപണിതെത്തുന്ന രണ്ട് സംഘങ്ങൾ, ഡൽഹി ക്യാപിറ്റൽസും ലക്നൗ സൂപ്പർ ജയൻസും. KL രാഹുലിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടെ പണം വാരിയെറിഞ്ഞ ഋഷഭ് പന്തിനെ കൂടാരത്തിലെത്തിച്ച ക്യാപ്റ്റന്റെ ആംബാൻഡ് നൽകി രണ്ടും കൽപ്പിച്ചാണ് ലക്നൗ സൂപ്പർ ജയൻസ്. കൂട്ടിന് നിക്കോളാസ് പുരാനും മിച്ചൽ മാർഷും ഡേവിഡ് മില്ലറും കൂടി ചേരുമ്പോൾ ജയൻസ് സ്കോറുകൾ ഉറപ്പിക്കാം. എന്നാൽ പേസർമാർക്ക് കൂട്ടത്തോടെ പരിക്കേറ്റത് പണിയായി. മോസിൻ ഖാന് സീസൺ തന്നെ നഷ്ടമായപ്പോൾ മായങ്ക് യാദവ്, ആവേശ് ഖാൻ, ആകാശ്ദീപ് എന്നിവരും പുറത്താണ്. പകരക്കാരനായി എത്തിയ ഷാർദുൽ താക്കൂർ, വെസ്റ്റ് ഇൻഡീസ് താരം ഷമാർ ജോസഫ് എന്നിവർക്കാണ് ഇനി ബൗളിംഗ് നിരയുടെ ചുമതല. ഋഷഭ് പന്ത് ടീം വിട്ടതോടെ അക്സർ പട്ടേലിനെ നായകനാക്കിയാണ് ഡൽഹി കിരീടപ്പോരിനിറങ്ങുന്നത്. പന്തിനെ റാഞ്ചിയതിന് രാഹുലിനെ ടീമിലെത്തിച്ചാണ് ഡൽഹിയുടെ മറുപടി. ജേക്ക് ഫ്രേസർ, ഫാഫ് ഡുപ്ലസി, ട്രിസ്റ്റൻ സ്റ്റബ്സ്, അശുതോഷ് ശർമ്മ എന്നിവരടങ്ങിയ ബാറ്റിംഗ് നിരയും മിച്ചൽ സ്റ്റാർക്ക്, ടി നടരാജൻ, മുകേഷ് കുമാർ, കുൽദീപ് യാദവ് എന്നിവരടങ്ങിയ ബൗളിംഗ് നിരയുമുള്ള ഡൽഹി ഇത്തവണ പ്ലേ ഓഫിലെത്തിയില്ലെങ്കിൽ അത്ഭുതമാണ്. നേർക്കുനേർക്കണക്കുകളിൽ നേരിയ മുൻതൂക്കം ലക്നൌവിനാണ്. 5 മത്സരങ്ങളിൽ 3 ജയം. സ്പോർട്സ് ഡെസ്ക് 24. കോഴിക്കോട് ചെറുവണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഗുരുതരമായി പൊള്ളലേറ്റ പ്രവിഷ ബേൺ ICU-വിലാണ് കഴിയുന്നത്. മുഖത്തും നെഞ്ചിലും പുറത്തും പൊള്ളലേറ്റ യുവതി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് മുൻ ഭർത്താവായ പ്രശാന്ത് ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവതിയെ ആശുപത്രിയിലെത്തി ആസിഡ് ഒഴിച്ചത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, വലിയ ഞെട്ടലുണ്ടാക്കിയ വാർത്തയായിരുന്നു ഇന്നലെ പുറത്തു വന്നത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒടുവിലായി വിശദീകരിക്കുന്നത് എന്താണ്? TK, കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ചെറുവണ്ണൂർ സ്വദേശിയായ പ്രവിശ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU-വിൽ തുടരുകയാണ്. യുവതിയുടെ മുഖത്തും പുറത്തും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇപ്പോൾ ഈ യുവതിയെ ICU-വിലാണ് തുടരുന്നത്. ആരോഗ്യനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യുവതി കണ്ണൂരിലായിരുന്നു ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത്. എന്നാൽ ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്നാണ് യുവതി നാട്ടിലെത്തി ചെറുവണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് മുൻ ഭർത്താവ് ഈ ആശുപത്രിയിൽ എത്തുകയും യുവതിക്ക് നേരെ ആസിഡാക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. മുൻ ഭർത്താവും ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള പ്രശാന്തിനെ ഇന്നലെ തന്നെ മേപ്പയൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഈ യുവാവിനെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്നത്തെ ആരോഗ്യാവസ്ഥ കൂടി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകേണ്ടി വരുമെന്നാണ് ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരം. TK, രാഹുൽ, ഇതിന്റെ ഇങ്ങനെ ഒരു ആക്രമണത്തിന്റെ കാരണമായി പ്രതി പറയുന്നത് എന്താണ് രാഹുൽ? TK, മുൻവൈരാഗ്യമാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. യുവതിയുടെ നീക്കങ്ങൾ കൃത്യമായി ഈ യുവാവ് നിരീക്ഷിച്ചിരുന്നു. നാട്ടിൽ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ വേണ്ടിയായിരുന്നു പ്രതി കാത്തിരുന്നതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ യുവതി കണ്ണൂരിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് നാട്ടിലെത്തുന്നു. അതിനുശേഷമാണ് ചെറുവണ്ണൂരിലെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷം
ശേഷം നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ആശുപത്രി ജീവനക്കാരുടെയും എല്ലാം കണ്ണുവെട്ടിച്ചുകൊണ്ട് യുവതിക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നത്. ഉടൻ തന്നെ അവിടെയുള്ള ആളുകൾ കണ്ടതുകൊണ്ട് തന്നെ അവിടെ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. യുവതിയുടെ പുറത്തും മുഖത്തും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടൻ വിദഗ്ധ ചികിത്സ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നൽകുകയായിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള കൂടുതൽ വിദഗ്ധ ചികിത്സകൾ ഇന്ന് ആവശ്യമെങ്കിൽ നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. നിലവിൽ മേപ്പിയൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് യുവാവ് ഉള്ളത്. വിശദമായി തന്നെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ടീക്കെ രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. മുൻ ഭർത്താവാണ് ഈ യുവതിയെ ആക്രമിച്ചത്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് അപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച സുപ്രീം കോടതി മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ അവഗണിക്കാനാകും എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർത്തു. കൂട്ടിക്കൽ ജയചന്ദ്രന് നൽകിയ ഇടക്കാല സംരക്ഷണവും ഇന്ന് വരെ നീട്ടി നൽകുകയായിരുന്നു. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം തേടി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. കൂട് സ്ഥാപിച്ച് 3 ദിവസമാകുമ്പോഴും കൂട്ടിലാകാതെ ചിറങ്ങരയിലെ പുലി. ചിറങ്ങരയിൽ 2 ഇടങ്ങളിലാണ് കൂട് വെച്ചിരിക്കുന്നത്. 5 നിരീക്ഷണ ക്യാമറകളും വിവിധയിടങ്ങളിൽ വനവകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷണമുണ്ടെങ്കിലും പുലി ഇതുവരെയും കൂട്ടിലായിട്ടില്ല. വലിയ ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത്. രാവിലെയുള്ള കുർബാനയടക്കം പള്ളികളിൽ മാറ്റി ക്രമീകരിച്ചു. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുലിയെ എത്രയും വേഗം പിടികൂടണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബില കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് യാസിറിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. യാസിറിന് 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാണ് അന്വേഷണ സംഘം താമരശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചത്. കസ്റ്റഡി ലഭിച്ചാൽ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ഷിബിലയെയും മാതാപിതാക്കളെയും ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി വാങ്ങിയ സ്ഥലവും യാസിറിന്റെ ലഹരി സ്രോതസ്സുകളും കണ്ടെത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ലഹരി മരുന്നിന് അടിമയായ യുവാവ് ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ഷിബിലയുടെ രക്ഷിതാക്കളായ അബ്ദുൾ റഹ്മാനെയും ഹസീനയെയും പ്രതി ആക്രമിച്ചിരുന്നു. ഇടുക്കി തൊടുപുഴയിൽ കച്ചവട പങ്കാളി കൊട്ടേഷൻ നൽകി തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ ബിജു ജോസഫിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. റിമാൻഡിലുള്ള 3 പ്രതികൾക്കായി തൊടുപുഴ പോലീസ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ജോമോനും സംഘവും ഉപയോഗിച്ച വാനും ബിജുവിന്റെ ഇരുചക്ര വാഹനവും കണ്ടെത്തേണ്ടതുണ്ട്. ഇതുൾപ്പെടെയുള്ള തെളിവ് ശേഖരണത്തിനും വിശദമായ ചോദ്യം ചെയ്യലിനുമാണ് പ്രതികളെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. എറണാകുളത്ത് കാപ്പ ചുമത്തി റിമാൻഡിലുള്ള 2ാം പ്രതി ആഷിഖിന് വേണ്ടി ഇന്ന് തന്നെ പ്രൊഡക്ഷൻ വാറന്റ് ഹാജരാക്കും. മോർണിംഗ് ന്യൂസിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്.